premiere performance live on stage for the first time. Vishwasam Adalle Ella. അവിടുത്തെ ചെറുപ്പക്കാരെ കുറിച്ച് പറയണം. അവിടെ കുറച്ച് കാലം മുമ്പ് അവിടെയുള്ള കുറച്ച് ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി അവിടെ ചിതറി കിടക്കുന്ന മലയാളികളെയെല്ലാം ഒരുമിച്ച് കൂട്ടാനായിട്ട് ഒരു കൊച്ചു കൂട്ടായ്മ ഉണ്ടാക്കി. ആ കൂട്ടായ്മയുടെ പേരാണ് അതെ, സാൻമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സാന്റിയാഗോയിലെ മലയാളികളെ ഒത്തൊരുമിപ്പിക്കും കളിയാണ് ഓണവും ക്രിസ്മസും പിന്നൊരു പിക്നിക്കും ഒത്തുകൂടാനായി ഒരുക്കുന്നു. എന്നാ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? വാക്കത്തോൺ, ഷോർട്ട് ഫിലിം, കേരളീയ മലയാളം ക്ലാസ്, അങ്ങനെ പലതും. 1 2 3 4 കടമെടുക്കാം, പണം പിടിക്കാം, കടമെടുക്കാം, പണം പിടിക്കാം, നടന്നു കമ്പടിക്കാം, കടമെടുക്കാം, പണം പിടിക്കാം, കടമെടുക്കാം, പണം പിടിക്കാം, പൊടി പൊടിക്കാം, കൊണ്ടാടാം. അതെ, അങ്ങനെ വർഷത്തിൽ 12 മാസവും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടക്കുന്ന സാൽമയിലേക്ക് ഒരു വാർത്ത കാട്ടുതീ പോലെ പടരുകയാണ്. അതെ, സാൻമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇതാ ഒരു ആർട്സ് ഡേ നടത്തുകയാണ്. എന്താണ് ആർട്സ് ഡേ? ആർക്കും അറിയില്ല, ആരും കേട്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. വോളണ്ടിയേഴ്സ്മാരെല്ലാരും എന്തൊക്കെയോ നടത്തിക്കൊണ്ടാണ് ഓട്ടത്തിലും തത്രപ്പാടിലുമാണ്. അവിടെ നോക്കൂ, നമ്മുടെ സുഹൃത്തല്ലേ കുടിവെള്ളവുമായി ഓടുന്നത്? ഇല്ല, ആരും ബോധം കെട്ട് വീണിട്ടില്ല. പാവം സന്ന വോളണ്ടിയേഴ്സിന് വെള്ളം കൊടുക്കാനുള്ള തത്രപ്പാടിലാണ്. എനിക്ക് കൂടെ ഒരു ബോട്ടിൽ വെള്ളം വെച്ചേക്കാൻ. ഇവിടെ നോക്കൂ, നമ്മുടെ സുന്ദരനും സൂഖ്യനും സൽസ്വഭാവിയുമായ രാജകുമാരൻ ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്നത് കണ്ടില്ലേ? ഓ, ഇത് ഫ്രണ്ട്സിന്റെ കഥയാണോ? അല്ല. ഓ, അന്ന് പിന്നെ നമ്മുടെ മുൻ പ്രസിഡന്റ് ജയക്കയുടെ കഥയായിരിക്കും. ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ മലയാളം അധികം എഴുതാനും വായിക്കാനും അറിയാത്ത മലയാളം കുറച്ച് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് കഥയായിരിക്കല്ലേ? ഈ കഥ നമ്മൾ പോലും അറിയാതെ നമ്മുടെ എല്ലാ പരിപാടികൾക്കും വരുന്ന, നമ്മുടെ എല്ലാ പരിപാടികളും കണ്ട് ആസ്വദിക്കുന്ന ബിബീഷിന്റെയും സുമയുടെയും കഥയാണ്. ആ കഥയിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആരും പറഞ്ഞാലും പറയണം, നിങ്ങൾ വെച്ചത് പൊന്നല്ല. ആരും പറഞ്ഞാലും പറയണം, ഓരോന്ന് തോന്നിയതല്ല, നിങ്ങൾ വെച്ചത് പൊന്നല്ല. റെക്കോർഡിംഗ് ഓൺ. സെറ്റ് ആയിട്ട് ഇറങ്ങാറേ. കുനിഞ്ഞിരിക്കാൻ ലജ്ജയില്ലേ, ലജ്ജയില്ലേ, ലജ്ജയില്ലേ. സുമേ,
ഒരു ചായ. ബിബിഷേട്ടാ. എൻ്റെ അമ്മേ. അയ്യോ. ഓ, അടിപൊളി റിയാക്ഷൻ കിട്ടി. #ട്രെൻഡിങ് ചാലഞ്ച്. ഇത് പൊളിക്കും. എൻ്റെ സുമേ, കക്കൂസ് ഇറങ്ങി വരുമ്പോഴെങ്കിലും കുറച്ച് മനസ്സമാധാനം തന്നൂടെ നിനക്ക്? എനിക്ക് എനിക്കൊരു 4 വ്യൂസ് കിട്ടി. നിങ്ങൾക്ക് കുശുമ്പല്ലേ ബിബിഷേട്ടാ? അതെ, ഇന്ന് ആർട്സ് ഡേ ആണ്, അതിന് പോകണ്ടേ? വേഗം ഒന്ന് റെഡി ആവാൻ നോക്ക്. ഞാൻ റെഡിയാ. ഓ, അത് ശരിയാ, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലേ. ഇതിപ്പോ എന്താ ഈ ആർട്സ് ഡേ? എന്തേലും ആട്ടെ, അവിടെ പോയി എന്തെങ്കിലും നാടൻ ഫുഡ് കിട്ടൂലേ? എന്നാ പിന്നെ പോവാ. അങ്ങനെ അങ്ങ് വെറുതെ പോയാ പോരാ. അതിനെ അവസാനം ഫ്ലാഷ് മൂവ് ഉണ്ട്, അതിന്റെ സ്റ്റെപ്പ് പഠിക്കണം. നിങ്ങൾ പഠിച്ചോ? ഞാൻ പഠിച്ചു. പണ്ടാറടങ്ങാനായിട്ട് എനിക്ക് ഡാൻസ് ഒന്നും പറ്റൂല. ഇതാരെ ഡാൻസ് പഠിപ്പിക്കുന്നത്? നമ്മുടെ ശാലിമ. ആഹാ, വെറുതെ അല്ല, അങ്ങനെ പറ. അതെ, ഈ ശാലിമയും ഭരണവും ഒക്കെ പലതും കാണിക്കും. ഇവർക്കൊന്നും വേറെ ഒരു പണിയുമില്ല. എല്ലാ വർഷവും വന്നിട്ട് ഈ ഡാൻസ്, സ്റ്റാൻഡപ്പ് കോമഡി എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ വെറുപ്പിക്കലാണ് ഇവരെ മെയിൻ പരിപാടി. അത് കണ്ട് നീ തുള്ളാൻ നിൽക്കണ്ട. ഇനി അഥവാ നിനക്ക് തുള്ളണമെന്നുണ്ടെ തുള്ളിക്കോ. നീ എന്തിനാ എന്നെ തുള്ളിക്കാൻ നിൽക്കുന്നേ? അല്ല പിന്നെ ദേഷ്യം പിടിക്കൂലേ? ഈ ശാലിമൊക്കെ ആ ഫഹദിനാദ്യം ഡാൻസ് പഠിപ്പിക്കത്തോ, എന്നിട്ട് നാട്ടുകാരെ പഠിപ്പിക്കാൻ നടന്നാൽ പോരെ? ഓ, നിങ്ങളെ പോലെ ഒന്നുമില്ല. അവർക്ക് ഇപ്പൊ നന്നായിട്ട് ഡാൻസ് കളിക്കും. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കൺട്രി ഫെലോസ്. ആദ്യം നിങ്ങൾ പോയിട്ട് നമ്മുടെ മക്കളെ കൂട്ടിക്കൊണ്ടു പോവാ. 2 രാവിലെ തന്നെ ആ പാർക്കിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നാട്ടിൽ നിന്ന് വന്ന് ആ പ്രിയങ്കയുടെ അമ്മയുടെ കൂടെയാണ് ഫുൾ ടൈം. അവരെന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞ് അതും വിശ്വസിച്ച് നടക്കുന്നുണ്ട്. അത് ശരിയാ. ഇന്നലെ എന്നോട് ചോദിച്ചു, മറ്റേ ബാലമംഗളത്തിലെ കബീഷിനെ പോലത്തെ ഒരു കുരങ്ങനെ വാങ്ങിക്കൊടുക്കുക. ഇത് ഞാൻ ഈ സാന്റിയാഗോയിൽ എവിടെ പോയി കൊണ്ടുകൊടുക്കാന്? ഞാൻ എന്തായാലും പോയി നോക്കട്ടെ. ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഈ ബാലരമയിലെ കഥകൾ വായിച്ചാ നിങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയും വളർന്നേ. അവരുടെ സൂപ്പർ ഹീറോസ് ശിക്കാരി ശംഭുവും കബീഷും മായാവിയും ഒക്കെ ആയിരുന്നു. മായാവിയോ? അതാരാ? ആ കഥ കേട്ടിട്ടില്ലല്ലോ. നിങ്ങളുടെ പോലെ ഇരിക്കുന്ന ഒരു കുട്ടിച്ചാത്തനാണ്. എന്താപത്തിൽപ്പെട്ടാലും ഓം ക്രീം കുട്ടിച്ചാത്ത എന്ന് വിളിച്ചാൽ മതി, മായാവി വന്ന് രക്ഷിക്കും. അമ്മൂമ്മ, ആ സ്റ്റോറി ബുക്കിനെ നോക്കി തരാമോ? പിന്നെന്താ, ഇത് നിങ്ങൾ വെച്ചോ. നിങ്ങൾക്ക് മലയാളമൊക്കെ വായിക്കാൻ അറിയോ? അറിയാമൂമ്മേ, നമ്മളിവിടെ കേളി മലയാളം സ്കൂളിൽ പോയി കുറച്ചൊക്കെ വായിക്കാൻ പഠിച്ചിട്ടുണ്ട്. ആഹാ, കൊള്ളാലോ. എന്നാ ഇത് വെച്ചോ. ഹായ്, നോക്കട്ടെ. നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? മായാവി ശരിക്കും വരുമോ? അയ്യോ വേണ്ട, അമ്മൂമ്മ പറഞ്ഞതല്ലേ, ആപത്തിൽ പെട്ടാലേ വിളിക്കാൻ പാടുള്ളൂ. അത് സാരമില്ല, നമുക്ക് ഒന്ന് വിളിച്ചു നോക്കാം. ഓം ഹ്രീം കുട്ടി ചാത്ത, ഓം ഹ്രീം കുട്ടി ചാത്ത. നിങ്ങളാരാ? ഹായ്, നിങ്ങളല്ലേ എന്നെ ഇപ്പൊ വിളിച്ചേ? ഞാനാണ് മായാവി. കുറെ കാലമായി എന്നെ ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട്. ബാലരമയിലെ മായാവി കുറച്ചുകൂടി ചെറുതല്ലേ? അല്ല, ഇവിടെ എങ്ങനെ എത്തി? നിങ്ങൾ വിളിച്ചപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല. ഒരു എയർ ഇന്ത്യ എഴുതിയ കുന്തം കണ്ടു, അതിന്റെ മുകളിൽ കയറി ഇങ്ങ് പോന്നു. ഇനി എന്റെ പിന്നാലെ ബാക്കിയുള്ളവർ വരുവോ ആവോ? ഇത് മായാവി ഒന്നുമല്ല. ഐ തിങ്ക് ഹീസ് ജെകെ. ഏത് ജെകെ? നമ്മുടെ ജെകെയോ? നോ, ഐ മീൻ ജസ്റ്റ് കിഡിങ്. ഞങ്ങൾ എങ്ങനെ ബിലീവ് ചെയ്യും നീ മായാവിയാണെന്ന്? എന്നാ ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ഓം ക്രീം തുക്കുട തുക്കുട തുക്കുട, ഈ കുട്ടി ഒരു തവളയായി മാറട്ടെ. അയ്യോ വേണ്ട വേണ്ട, അവനെ തിരിച്ചു കൊണ്ടുവരൂ പ്ലീസ്. ശരി, ജിം ബും ബാ ഭും ഭും ഭും, തവള തിരിച്ചു കുട്ടിയായി മാറട്ടെ. ഇപ്പൊ വിശ്വാസമായോ ഞാൻ മായാവിയാണെന്ന്? ശരി, സമ്മതിച്ചു, നീ മായാവി തന്നെ.
നമ്മൾ ഇപ്പൊ സന്മ ആർച്ചിലേക്ക് പോവാ. മായാവി വരുന്നോ? അയ്യോ, മായാവി ഈ വേഷത്തിൽ വന്ന കുട്ടികൾ പേടിക്കില്ലേ? മായാവിയുടെ വേഷം ഒന്ന് മാറ്റണം. എന്നാ ഈ വേഷം എങ്ങനെയുണ്ട്? ഇത് ഭയങ്കര ചെറുതായി പോയി. നമ്മുടെ ഒക്കെ ഒരു വയസ്സ് മതി. എന്നാ അതേ പോയി ഇതാ വന്നു. ആ, ഇത് കൊള്ളാം. എന്നാ ലെറ്റ്സ് ഗോ. അയ്യോ, എന്റെ അമ്മൂമ്മ പാർക്കിൽ നടക്കുമ്പോ ഒരു കുഴിയിൽ വീണു. നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഇതേതാ കുട്ടി? എന്തായാലും ലെറ്റ്സ് ഗോ ആൻഡ് ഹെൽപ്പ് them first. അയ്യോ മായാവി, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഡാകിനി, അയ്യോ എന്റെ മന്ത്രവടി. ഇനി നീ എന്ത് ചെയ്യും മായാവി? കുപ്പിയിൽ കേറുന്നതാ നിനക്ക് നല്ലത്. എടാ മായാവി, ഇനി നീ രക്ഷപ്പെടുന്നത് എനിക്കൊന്ന് കാണണം. അവിടെ കിടന്നോ. എന്തായാലും മായാവി കാരണം സാന്റിയാഗോയ്ക്ക് ഒന്ന് കാണാൻ പറ്റി. എത്രയൊക്കെ കണ്ടാ മതി, നമുക്കിവിടുന്ന് വേഗം പോകാം. എടാ വിക്രമ, നമുക്കിപ്പോ പോയി കുട്ടികളെ പിടിച്ചാലോ? അതേ മുത്തു, ഇതാണ് പറ്റിയ സമയം. ഇവരെ കടത്തിക്കൊണ്ടുപോയി നമ്മൾ ഒരുപാട് ഡോളറുകൾ കൈക്കലാക്കാം. ഇത് വിക്രമനും മുത്തുവുമല്ലേ? ഇവന്മാരിതെങ്ങനെ ഇവിടെ എത്തി? എന്തോ മോഷണം നടത്താനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അല്ല ഡാക്കിനി, ഇവന്മാരിതെല്ലാം കൊളമാക്കുമോ? അയ്യോ, ഇവരിവിടെയും വന്നോ? ഇനി എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിൽ പോകാം. മായാവി, മായാവി,
മായാവിയുടെ കൂട്ടുകാരന്മാരാണോ? അതെ, ഞാൻ രാജു, ഇത് രാധ. മായാവി ആപത്തിലാണെന്ന് മനസ്സിലാക്കി ഓടി വന്നതാ. അപ്പൂപ്പനും അമ്മൂമ്മയും മായാവിയെ കുപ്പിയിലാക്കി കൊണ്ടുപോയി. എവിടേക്കാ പോയി? അവരിതാ ആ വഴി പോയിട്ടുണ്ട്. എനിക്കൊരു ഷോർട്ട് കട്ട് അറിയാം. അവരെക്കാൾ വേഗത്തിലെത്താൻ പറ്റും. എന്നാ വേഗം പോവാം. അതാ കുട്ടൂസനും ഡാഗിനിയും. രാധേ, എന്റെ കയ്യിലൊരു പഴത്തൊലി ഉണ്ട്, ഒരു വീത്തിയാലോ? ആ, വീഴുമ്പോ പോയി കുപ്പി എടുക്കാമെന്നാ. അയ്യോ, എന്റെ നടുവൊടിഞ്ഞേ. ഡാക്കിനി, നീ വല്ല ഇൻഷുറൻസ് എങ്ങാൻ എടുത്തിരുന്നോ? എന്റെ കുട്ടൂസ, ഞാനത് മറന്നു. ഇനി ഇവിടെ കൂടാം. എന്നാലും ആ മായാവി പിന്നെ രക്ഷപ്പെട്ടല്ലോ. മായാവി, ബാക്കി കുട്ടികളെ രണ്ടുപേര് കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയി. എന്നാൽ അത് വിക്രമനും മുത്തുവും തന്നെ ആയിരിക്കും. ഞാനിവിടുത്തെ പോലീസിനെ വിളിച്ചാലോ? യു കോപ്സ്? കോപ്പെങ്കിൽ കോപ്പ്. ഓം ഹ്രീം കോപ്പായ നമഃ. ഓം ഹ്രീം കോപ്പായ നമഃ. We are from SDPD and ICE Department. Please surrender. You have the right to remain silent. Anything said or done will be held against you. എടാ വിക്രമ, ഇവന്മാരിതെന്തൊക്കെയാ പറയുന്നേ? മിണ്ടിയാ തോക്കെടുക്കുന്ന നാടാ, ഒന്നും മിണ്ടണ്ട. Can I see your documents? അമ്പോ, അതെന്ത് സാധനം? I think they're illegal immigrants. Let's make arrangements to deport them. അയ്യോ, മായാവി രക്ഷപ്പെട്ടേ. അമ്മു, അജ്ജു, നിങ്ങൾ എന്തായി കാണിക്കണേ? വാ, നമുക്കിത് പോവാം. ആർട്സ് പോകണ്ടേ? അമ്മ അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. നിങ്ങൾ പിള്ളേരെ, നിങ്ങൾക്കൊക്കെ വീട്ടിൽ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. കയറിപ്പോയേ എല്ലാവരും വീട്ടിൽ പോയേ. എന്തായി അന്ന നിന്റെ കാര്യങ്ങൾ? അനീഷ് വീട്ടിൽ പറയുമോ? മാരേജൊക്കെ പെട്ടെന്ന് ഉണ്ടാകുമോ? ആകെ ടെൻഷനാണ്. 2 റിലിജൻസ്, 2 കൾച്ചേഴ്സ്. അപ്പോൾ ഫാമിലി സമ്മതിക്കുമോയെന്ന് എനിക്കറിയില്ല. ഡോണ്ട് വരി അന്ന, എല്ലാം ശരിയാവും. പിന്നെ ഈ മോഡേൺ ടൈമിൽ ഇതൊന്നൊരു പ്രശ്നമല്ലല്ലോ. അതാ അനീഷ്യൻ ഫാമിലി വന്നല്ലോ. ആയാ മതിയായിരുന്നു. എനിവേ, ഞാനേ അനീഷിൻ്റെ അടുത്തേക്കൊന്ന് പോട്ടെ. ഹലോ, നിങ്ങളെന്താ നാട്ടിൽ പോകുന്നത്? ഓ, ഞാൻ പോണില്ല. ബിബീഷേട്ടനും അനീഷും കൂടി നാട്ടിൽ പോയിട്ട് എങ്ങനെയെങ്കിലും പറഞ്ഞതൊന്ന് റെഡിയാക്കും. അവരെ കണ്ടോ? എന്തായിരിക്കും അവർ സംസാരിക്കുന്നത്? അവർക്കിതൊന്നും പ്രശ്നമില്ലല്ലോ. അവരേതോ സ്വപ്നലോകത്തിലാണ്. എടാ മതിയടാ, ഒലിപ്പിച്ചോണ്ടിരിക്കുന്ന ഇവിടെ. ആസ്ബിയൊക്കെ കഴിഞ്ഞ് എല്ലാരും പോയി. വാ, നമുക്ക് പോവാം. അങ്ങനെ ബിബീഷും അനീഷും അവരുടെ നാട്ടിൽ
നാട്ടിലേക്ക് പോവുകയാണ്. ആരൊക്കെയാണ് അനീഷിന്റെ വീട്ടുകാർ? മലബാറിലെ ശശിശ്യാമളമായ ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തില് അമ്പലവും പൂജയും വഴിപാടും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു പാവം അമ്മ, ആ അമ്മയെ പിടിച്ച് ജീവിക്കുന്ന ഒരു പഞ്ചപാവം അച്ഛൻ. അവർക്ക് 3 മക്കൾ. മൂത്തവൻ രതീഷ് പ്രോട്ടീൻ പൗഡറുമായി നടക്കുകയാണ് നമ്മുടെ മസിലളിയൻ. രണ്ടാമത്തവൻ ബിബീഷ്, മൂന്നാമത്തവൻ അനീഷ്. നമുക്കിനി അവരുടെ വീട്ടിലേക്ക് പോയി നോക്കാം. ആരും പറഞ്ഞാലും നേര് പറയണം, ഓരോന്നും തോന്നിയാൽ തന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതൊന്നും നടക്കാൻ പോണില്ല. എന്റെ ഈശ്വര, ഇനി ഞാൻ എന്റെ തറവാട്ടുകാരോടൊക്കെ എന്ത് പറയും? എന്നും ഇടിച്ചതിലേക്ക് ഓർത്ത് തീ തിന്നാനാ എന്റെ വിധി. പഠിപ്പിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് വിട്ടതാ. ഇത് ഇത്ര വലിയൊരു തലവേദനയാകുന്നു കരുതിയില്ലേ? അതെങ്ങനെയാ? കുറച്ചെങ്കിലും ബോധം വേണ്ടേ? ഞാൻ വിചാരിച്ചത് ഏറ്റവും വലിയ പൊട്ടൻ ഇവനാണ്. അതിലും വലിയ പൊട്ടന്മാരാണ് അമേരിക്കയിലേക്ക് പോയത്. നമ്മൾ ഇനി എന്ത് പറഞ്ഞിട്ട് എന്താ? അവർ രണ്ടുപേരും അങ്ങ് സാന്റിയാഗോലല്ലേ? അവിടെ ഒരുമിച്ച് പൊറുതി കൂടിയാ ഇവിടെ അറിയാൻ പറ്റുമോ? ഏയ്, എന്റെ അന്യൂട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഗുരുവായൂരപ്പ കാത്തുകൊള്ളണേ. ആ, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞെടുത്ത് തലയിൽ വെച്ചോ. നീ ഒരൊറ്റ ആളാണ് ഇവരെ വഷളാക്കിയത്. അച്ഛാ, ഞാനൊരു അഭിപ്രായം പറയാം. ആ, രതീഷേ മോനെ, നീ പറ, നമ്മൾ എന്ത് ചെയ്യും? അച്ഛൻ ഡെയിലി രാവിലെ 5 മുട്ടയുടെ വെള്ളയും ഒരു പ്രോട്ടീൻ ഷേക്കും കുടിക്കണം. എന്നാലേ കുറച്ച് ശക്തിയൊക്കെ ഉണ്ടാവും. ഇതിങ്ങനെ മെലിഞ്ഞു പോകുന്നുണ്ട്. ഓ എന്റെ രതീഷേ, ഇവന്റെ ഒരു കാര്യം. പക്ഷെ പ്രേമിച്ചിട്ട് ഈ വീടിന്റെ അകത്ത് ഞാൻ കയറ്റില്ല. അടിച്ച് കാലടിക്കും, അതുറപ്പാ. ഇത് ഇനി എന്താകുമോ ആവോ എന്റെ ഗുരുവായൂരപ്പ. ആരും പറഞ്ഞാലും നേര് പറയണം, ഓരോന്ന് തോന്നിയാൽ നന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. അങ്ങനെ ആരൊക്കെയാണ് അന്നയുടെ വീട്ടുകാർ? അതെ, അവരെല്ലാരും ഇപ്പോൾ അന്നയുടെ വീട്ടിലേക്ക്, അനീഷും ഫാമിലിയും അന്നയുടെ വീട്ടിലേക്ക് പോകണം. അപ്പൊ അന്നയുടെ വീട്ടുകാരാണെന്ന് നമുക്ക് നോക്കാം. അന്നയുടെ അപ്പച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഊണിലും ഉറക്കത്തിലും എന്തിനു ബാത്റൂമിൽ പോകുമ്പോൾ വരെ കോട്ടും സൂട്ടും ഇട്ട് ആംഗലേയ ഭാഷ സംസാരിക്കുന്ന ഒരു തനി കോട്ടയം അച്ചായൻ. പത്രാസും കുടുംബ മഹിമയും നാട്ടുകാരെയും വീട്ടുകാരെയും ക്ലബ്മേറ്റ്സിനെയും കാണിക്കാൻ അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ഒരു പൊങ്ങച്ചിക്കാരി സൊസൈറ്റി ലേഡി. അതാണ് അന്നയുടെ അമ്മച്ചി. തീർന്നില്ല, പിന്നെ ഒരു ജ്യേഷ്ഠനുണ്ട്, സണ്ണി. നാട്ടിലെ എല്ലാ പ്രശ്നത്തിന്റെയും നടുക്ക് പോയി അതിലെല്ലാം ഇടപെട്ട് നാട്ടുകാരെ തല്ലി നാട്ടുകാർക്ക് തല്ലും മേടിച്ച് വീട്ടിൽ വരുന്ന ഒരു ജ്യേഷ്ഠൻ സണ്ണി. ഇത് നമ്മുടെ പഴയ സെക്രട്ടറി സണ്ണിയാണോ? ഓ, ആ സണ്ണിയല്ല, അത് നല്ല സണ്ണി. ഇത് കഥയിലെ സണ്ണിയേ, ഒരു പഞ്ച സണ്ണി. എങ്കിൽ നമുക്ക് അന്നയുടെ വീട്ടിൽ പോവാം. ആരും പറഞ്ഞാലും നേര് പറയണം, ഓരോന്ന് തോന്നിയാൽ നന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. I wouldn't agree to this. This is ridiculous, atrocious, emphatically. ഇത് അമേരിക്ക അല്ല. എന്റെ മാതാവേ, എന്റെ ക്ലബിലുള്ളവരോടെല്ലാം ഞാൻ ഇനി എന്നാ പറയും? ക്ലബിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ എന്റെ ഡിസൈനർ സാരീസ് ഒക്കെ ഞാൻ ആരെ കാണിക്കും? USA പഠിക്കാൻ പോയി വല്ല അമേരിക്കക്കാരനെയും കെട്ടിയിരുന്നേ എനിക്ക് സാഹിബിന്റെ കൊച്ചിനെ കളിപ്പിച്ചെങ്കിലും ഇരിക്കാമായിരുന്നല്ലോ. എന്റെ കർത്താവ് ഈശോ മിശിഹായേ. കൊച്ചുമേ, for പെണ്ണ് സീയിങ് കം പീപ്പിൾ, ഞാൻ ഇന്ന് മാഞ്ചസ്റ്റർ ചിക്കൻ ഉണ്ടാക്കി. അപ്പച്ചോ, യു ട്രൈ ആൻഡ് സേ. ഇന്ന് റീല് പൊളിക്കും. പിന്നെ ബീഫ് കട്ട്ലറ്റ് വേണോ? എന്നാ ബീഫ് കട്ട്ലറ്റോ? ഓ, അത് വേണ്ട. അല്ലേ ഇരിക്കട്ടെ, നീ അത് 2 കൂടുതൽ വെച്ചോ. ഇനി ആ പേരിൽ കെട്ട് മുടങ്ങുന്നെങ്കിൽ മുടങ്ങട്ടെ. അടിച്ചെല്ലാത്തിന്റെയും കരണക്കുറ്റി പൊട്ടിച്ചിട്ടുണ്ട്. ഇനി മേല ഈ വഴിക്ക് അവന്മാര് വരില്ല. നീ ആരുടെ കാര്യ പറയണേ?
അല്ല, നമ്മുടെ പെരുന്നാളിന് വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരെ മൊത്തം അടിച്ചോടിച്ചു. ഇനി ഒരു പ്രശ്നം ഉണ്ടായി, പോയ വഴി അവന്മാരുടെ നേതാവിന്റെ മടിയിൽ ഒരു മുണ്ടും അങ്ങോട്ട് പിടിച്ചു. ഇതുപോലെ ഇന്ന് ഇവിടെ വരുന്നവന്മാരെ എല്ലാം ഞാൻ അടിച്ചു. ഓ മൈ ഗോഡ്, ഒരു വൈറൽ വീഡിയോ കിട്ടാൻ സ്കോപ്പ് ഉണ്ട്. ഐ ലൈക്ക് ഇറ്റ് ഹിയർ, ഐ ലൈക്ക് ഇറ്റ്. അങ്ങനെ അനീഷിന്റെ വീട്ടുകാരെ കൂട്ടി അന്യയുടെ വീട്ടിൽ പെണ്ണുകാണൽ ചടങ്ങിന് വന്നിരിക്കുകയാണ്. അവിടെ ഇനി എന്ത് നടക്കും? എന്തും നടക്കും. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കിനി ആ പൂരം കാണാം. ആരു പറഞ്ഞാലും നീരു പറയണം, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. ഞാൻ ബൈക്ക് എടുക്കാന്ന് പറഞ്ഞതല്ലേ, ഇതപ്പോ ലേറ്റായി. അതും എന്റെ പെണ്ണ് കാണുന്നത്. എടാ ഞാൻ പേടിച്ചുപോയി. ഞാൻ ബൈക്ക് എടുത്ത് റോഡിൽ ഇറങ്ങിയപ്പോ ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് എന്റെ നേരെ ഒരൊറ്റ വെത്താ. എന്റെ മോനെ, അമേരിക്ക തന്നെയാ കേട്ടോ നല്ലത് റോഡിലൂടെ വണ്ടി ഓടിക്കാൻ. ആ കട്ട സീനാണല്ലോ, എല്ലാവരുടെയും നിപ്പ് കണ്ടില്ലേ? ഇതെന്താ സംഭവം? ഇതെന്താ എല്ലാരും ഇങ്ങനെ നിൽക്കുന്നത്? അതാണ് അന്നയുടെ അപ്പനും അമ്മയും. ഇവരോ വൈഫൈ ആണല്ലോ. ഇതിവിടുത്തെ വേലക്കാരിയാ. വേലക്കാരിയോ? ഇതോ ഭയങ്കര സെറ്റപ്പ് ആണല്ലോ മോനെ. എടാ ഇത് കണ്ടോ? ഇതാരാ? മിക്കി മൗസാ? ഇത് മറ്റേ ബാലമംഗളത്തില് വരുന്ന ഡിങ്കനല്ലേ? ഇയാളെന്താ ഇവിടെ? ഇപ്പൊ കൊറേ പേര് ഡിങ്കൻ ദൈവമാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഡിങ്കോയിസം അതിന്റെ ആളാണോ ഇനി? അമ്മേ ആരാ? താനാരാ? ഇത് കല്യാണ ചെക്കൻ, ഞാൻ കല്യാണ ചെക്കന്റെ ബ്രദർ. തനിക്കിവിടെ എന്താ കാര്യം? ആഹാ, ഇത്രക്ക് ഫേമസ് ആയി എന്നെ കണ്ടിട്ട് തനിക്ക് മനസ്സിലായില്ല? ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. നിങ്ങൾ ഡിങ്കൻ എന്ന് കേട്ടിട്ടില്ലേ? ശക്തരിൽ ശക്തൻ, എതിരാളിക്കൊരു പോരാളി. ഡിങ്കോയിസം എന്ന് കേട്ട് കാണുമല്ലോ അല്ലേ? ഡിങ്കനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കമോൺ ബോയ്സ്. വന്ദനം മൂഷികനെ, ഉള്ളിലെന്നും ആളപ്പണിയോനെ, സന്തതം നിൻ തിരുദന്തങ്ങളാൽ എന്റെ ഉള്ളം നീ കാർന്നുവല്ലോ. നാളെ പുലരുവോളം നീ മാളത്തിൽ വാസം ചെയ്യേണ്ടതിനാൽ മോദമുള്ളാശപൂർവം നിന്നാമത്തിൽ ലിംഗായനം രചിക്കാം. മതി മതി, എടാ നിർത്ത്. ഇതെന്തോ അലക്കിയാണിത്. നിനക്കെന്താ ഇവിടെ കാര്യം? അത് പറ. അത് വാലിഡ് ക്വസ്റ്റ്യൻ. ലിംഗമതത്തിന്റെ ഒരു ജാഥ കഴിഞ്ഞ് വരുമ്പോൾ ഈ വീട്ടിൽ നിന്ന് ഞാനൊരു ബഹളം കേട്ടു. അങ്ങനെ കയറി നോക്കിയതാ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? എന്റെ ഒരു കാഴ്ചപ്പാടിൽ ആദ്യമായി സംഭവിച്ചത് ലിംഗ ഭഗവാനെ റിവൈൻഡ്. നമസ്കാരം. ഹലോ, ഹൗ ഡു യു ഡു? വി ഡു ഗുഡ്. ഞങ്ങൾക്ക് സുഖ. നിങ്ങളെന്നാ ലേറ്റ് ആയേ? അത് ഞങ്ങളുടെ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. കാറിലല്ലോ വന്നത്. എടോ ഡിങ്ക, മതി മതി, ഇതൊന്ന് ഫോർവേഡ് ചെയ്യ്. മെയിൻ പ്ലോട്ട് വരട്ടെ. ഓക്കെ, എന്നാ പിന്നെ ഫോർവേഡ് ചെയ്തേക്കാം. ഫോർവേഡ്. മസില് മസില്, ഇത്രയും മസില്. വാവ്, ആരാ നിങ്ങൾ? 300 കിലോ ഡെഡ് ലിഫ്റ്റ് എടുക്കുന്ന, 300 പുഷപ്പ് എടുക്കുന്ന, 30 മുട്ട കഴിക്കുന്ന, ഡെയിലി 30 സ്പൂൺ പ്രോട്ടീൻ ഷേക്ക് കുടിക്കുന്ന അനീഷിന്റെ എൽഡർ ബ്രദർ. നീ ആരാ? ഞാൻ വേലക്കാരി. യോ, 250 പോസ്റ്റ്, 3 സബ്സ്ക്രൈബേഴ്സ് @ വേലക്കാരി. എന്റെ ഹാൻഡിൽ സോഷ്യൽ ഇൻഫ്ലുവൻസർ. വേലക്കാരിയാണേലും നീ എന്നാകവല്ലി. നിങ്ങളുടെ ബ്രദർ ആള് കൊള്ളാം. കുറച്ച് പ്രോട്ടീൻ പൗഡറും ഉപ്പുമാവും കൊടുത്ത് ഇയാളെ ഡിങ്കമതത്തിലേക്ക് കൺവേർട്ട് ചെയ്താലോ? എടോ ഡിങ്ക, ഇതൊന്ന് ഫോർവേഡ് ചെയ്യ്. മെയിൻ പ്ലോട്ട് വരട്ടെ. ഓക്കെ, എന്നാ പിന്നെ ഫോർവേഡ് ചെയ്തേക്കാം. ഫോർവേഡ്. എല്ലാം ഞാൻ സഹിച്ചോളാം. ഇങ്ങേരുടെ ഈ ഇംഗ്ലീഷും ഇവരുടെ ഈ വീമ്പ് പറച്ചിലുമാണ് തീരെ സഹിക്കാൻ പറ്റാത്തത്. This is atrocious, demanding. You make fool of us. ഞങ്ങൾക്ക് സോഷ്യൽ സ്റ്റാറ്റസ് ആ ഇമ്പോർട്ടന്റ്.
ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും സൂട്ടൊക്കെ ഇട്ട് നല്ലപോലെ ഒരുങ്ങിയൊക്കെയാ കിടക്കുന്നത്. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് റൈറ്റ്? ഞങ്ങൾ ഉറങ്ങുമ്പോഴും മാന്യായി ഡ്രസ് ഇട്ട് തന്നെയാ കിടക്കണേ. ഈ 48 ഡിഗ്രിയിലാണോ ഈ സൂട്ടും കോട്ടും ഒക്കെ? വെറും പൊങ്ങച്ചം അല്ല പിന്നെ. അപ്പാ അമ്മ ഇതൊന്ന് സമ്മതിക്കൂ പ്ലീസ്. ഐ ലവ് അനീഷ് a lot. ഐ ലവ് അനീഷ്. അന്ന എന്നടി നീ പറയുന്നത്? ആ അനീഷിനൊന്ന് കാണട്ടെ. അവന് ഞാൻ 2 വെച്ചിട്ടുണ്ട്. ആംഗ്ലെ, ഞാൻ അവിടെ ഒരു കാര്യം പറയാം. വി ആർ വെരി റിച്ച് പീപ്പിൾ. വി ഈറ്റ് കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ്. പുട്ട്, കടല അതൊന്നും ഞങ്ങൾ കഴിക്കാറില്ല. കോസ്റ്റ്ലി ഐറ്റംസ് ഉള്ളി. നമ്മൾ എല്ലാം ഡിഫറെന്റാ. സംസാരം, ഡ്രസ്, പിന്നെ ഈ റിലീജിയൻ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇന്ന് തിരിയണ്ട. ഗെറ്റ് ഔട്ട് ഹൗസ്. അങ്കിൾ ഇവനെ കേക്കണ്ട. എനിക്കും അനീഷിനും വേണ്ടി വി നീഡ് ടു മേക്ക് ദിസ് വർക്ക്. രതീഷേ, നീ അവിടെ പഞ്ചാര അടിച്ച് കഴിഞ്ഞെങ്കിൽ ഇവിടെ ഒന്നൊന്ന് സംസാരിച്ചേ. ഇവർ വെറും പൊങ്ങച്ചം പറയുന്ന അച്ചായന്മാരാണ് അച്ഛ. അച്ഛൻ ഇവന്മാരോടൊന്നും സംസാരിക്കാൻ പോകണ്ട. നമുക്ക് വീട്ടിൽ പോയി 2 ഓംലെറ്റ് അടിക്കാം. Again disrespecting. എന്റെ ഫാമിലിയെ നീ കളിയാക്കുന്നുണ്ടാ? കൊള്ളാം, നല്ല സൂപ്പർ അടി. കുറച്ച് പോപ്കോൺ ഉണ്ടായിരുന്നു. നമുക്കെന്നാ ഇനി ലൈവ് പോയാലോ? ലൈവ്. ദൈവമേ, ഇതിപ്പോ നാട്ടിൽ വന്നിട്ട് കൊലപാതകത്തിന് സാക്ഷി പറയേണ്ടി വരുമോ? അടിക്കല്ലേ, വിട്. നീ എത്തിയോ? എടാ, ഇവരുടെ കൂടെ സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഫുൾ ഇംഗ്ലീഷ്. നിന്റെ അമ്മയ്ക്ക് തല കറങ്ങണമെന്ന്. 10ാം ക്ലാസ്സിൽ തോറ്റ സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. അച്ഛാ, ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ. സ്നേഹല്ലേ പ്രധാനം. അതല്ലേ നമുക്ക് നോക്കണ്ടു. മനുഷ്യ, എനിക്ക് ഈ പ്രായത്തിൽ ഇംഗ്ലീഷ് പഠിക്കാനൊന്നും പറ്റില്ല. മാത്രല്ല, നിങ്ങൾ ഈ കോട്ടും സൂട്ടൊക്കെ ഇട്ട് കിടന്നുറങ്ങുമോ? Again and again disrespecting. ഇവനാണല്ലേ ഈ അനീഷ്. തണ്ടി, നിനക്ക് എന്റെ അനിയത്തെ മാത്രമേ കിട്ടിയുള്ളൂ. മതവും ജാതി സ്റ്റാറ്റസ് ഒക്കെ നോക്കി അപ്രൂവ് ചെയ്യാനായിട്ട് ഇതെന്താണ്? ബാങ്ക് ലോണാ? കേട്ടിട്ടില്ലേ? ഈ സ്നേഹത്തിന് കണ്ണും മൂക്കും കാലും ചെവിയൊന്നും ഇല്ല. പരസ്പരം സ്നേഹിക്കുന്ന ഇവരെ പിരിച്ച് വേറെ ആരെങ്കിലും കൊണ്ട് കെട്ടിക്കാന്ന് വിചാരിച്ചാലേ ആ ജീവിതം അലാസ്റ്റിക് ഇല്ലാത്ത ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാകും. ആത്മാർത്ഥ സ്നേഹം ഉണ്ടെങ്കിലേ ഈ നാട്ടിലെ ഓട്ടോക്കാരന് പൈലറ്റിനെ കെട്ടാം, ഡോക്ടർക്ക് അറ്റൻഡറിനെ കെട്ടാം, വേലക്കാരിക്ക് മസിലളിയനെ കെട്ടാം, എന്തിന് ട്രംപണ്ണന് കമലയെ വരെ കെട്ടാം. അതുകൊണ്ട് ഈ 2 പ്രണയിനികളെ ഒന്നിക്കാൻ അനുവദിക്കൂ. എങ്ങനെയുണ്ട്? ആരാടാ നീ? ഡിഫറൻസസ് ഒന്നും കണ്ടിട്ടല്ല ഞങ്ങൾ ഇഷ്ടപ്പെട്ടെ. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ കല്യാണം കഴിക്കും. പിന്നെ ഈ ലോകത്ത് ഒരു ശക്തിക്കും ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. അതെ, നിങ്ങളിപ്പോ ചുമ്മാ ഓരോ ചെറിയ കാര്യം പറഞ്ഞ് തമ്മിൽ തല്ലുവാണ്. ഞങ്ങൾ പുതിയ തലമുറയ്ക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. മനസ്സിന്റെ ഐക്യമാണ് പ്രധാനം. അപ്പോ നിങ്ങളെല്ലാം ഉറപ്പിച്ചോ? എങ്കിൽ പിന്നെ ഞങ്ങൾ തമ്മിൽ എന്തിനാ തല്ലുകൂടണേ? Oh my God. അയ്യോ, what to do? ഹലോ, അയ്യോ, ഓ മൈ ഗോഡ്. ആരെങ്കിലും ആ TV ഒന്ന് ഓൺ ചെയ്ത് ആ ന്യൂസ് ഒന്ന് വെക്കോ? ഞെട്ടിക്കുന്ന വാർത്ത. ഡൊണാൾഡ് ട്രംപ് US ഇമിഗ്രേഷനിൽ വൻ മാറ്റങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. H-1B visa, total disaster. Okay, no other country has anything like this. It's unbelievable. We're going to cancel it. Believe me, we're going to save a tremendous number of American jobs. അമേരിക്കയിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് H-1B ഉടമകളായ ഇന്ത്യക്കാരെ ഇത് ഗുരുതരമായി ബാധിക്കും. അമേരിക്ക പുറത്ത് യാത്ര ചെയ്ത H-1B ഉടമകൾക്ക് ഇനി തിരിച്ചു വരവ് നിഷേധിക്കപ്പെടുമെന്നും തീർച്ചയാണ്. മാത്രമല്ല, നിലവിൽ ഗ്രീൻ കാർഡ് ഉടമകളുടെ H-1B ഉടമകളായ ഭാര്യ ഭർത്താക്കന്മാരെയും ഇത് ബാധിക്കും. അയ്യോ, എന്റെ സുമയും മക്കളും അമേരിക്കയിൽ കുടുങ്ങിപ്പോയേ.
അല്ല സോറി, അവര് സേഫാ. അയ്യോ, ഞാനിവിടെ ഇന്ത്യയിൽ കുടുങ്ങി പോയേ. ഇതിപ്പോ എന്നതാ സംഭവിച്ചേ? ഇനി എനിക്ക് അമേരിക്കയിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അയ്യോ, അപ്പൊ ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ? ഇനി ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും ജോലി നോക്കണം. എന്തായാലും മാരേജ് പ്ലാൻസ് അങ്ങനെ തന്നെ നടക്കട്ടെ. അയ്യോ അനീഷേട്ടാ, എനിക്ക് ചേട്ടനെ വലിയ ഇഷ്ടമാണ്. പക്ഷേ എനിക്കിപ്പോ ഗ്രീൻ കാർഡ് ഉണ്ടല്ലോ, അപ്പൊ അത് വെച്ച് ഞാൻ US തിരിച്ചു പോവാതെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ ഞാനിപ്പോ സന്മയുടെ വൈസ് പ്രസിഡന്റും കൂടിയാണല്ലോ, അപ്പൊ പോയി ആർട്സ് ഡേ ഒക്കെ ചെയ്യണം. അതുകൊണ്ട് ഞാനിപ്പോ തിരിച്ചു പോവാ. പോയാ നീ തിരിച്ചു വരുമോ? ഇല്ല ചേട്ടാ, ചേട്ടന് എന്നെക്കാളും നല്ലൊരു കുട്ടിയെ കിട്ടും. ദേശങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാമറിയാറാടുകയാണീ ജീവിത വേഷം. കണ്ണീരിനൊരു വേഷം, സന്തോഷം പുതുവേഷം. നിഴനാടകമാടുകയല്ലോ ജീവിതമാകെ. വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ അറിയാതാടുകയാണീ ജീവിത വേഷം. ഓരോന്നു തോന്നിയാൽ നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. അങ്ങനെ അനീഷിനെ തനിച്ചാക്കി അന്ന അമേരിക്കയിലേക്ക് പോയി. എല്ലാം നഷ്ടപ്പെട്ട്, എല്ലാവരും ഒറ്റപ്പെട്ട് അനീഷ് അവിടെ തനിച്ചു നിൽക്കുകയാണ്. ഈ കഥയിൽ ആരുടെ പക്ഷത്താണ് ശരി, ആരുടെ പക്ഷത്താണ് തെറ്റ്, ആരുടെ പക്ഷത്താണ് നന്മ, ആരുടെ പക്ഷത്താണ് തിന്മ, നമുക്ക് ആർക്കും അറിയില്ല. അനീഷിന്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ കഥ ഇവിടെ തീരുന്നില്ല. നന്മയുടെയും തിന്മയുടെയും ശരിയുടെയും തെറ്റിന്റെയും പോരാട്ടങ്ങളുടെ കഥ ഇനിയും തുടരുകയാണ്. വീണ്ടും കഥ തുടരും. ഒരു തുടർച്ചയായ പോരാട്ടമാണ്. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം. ഓരോ ദിവസവും അവരെടുക്കുന്ന തീരുമാനങ്ങളിലൂടെ ഈ രണ്ട് ശക്തികൾ ഏറ്റുമുട്ടുന്നു. ചെറുതായി തുടങ്ങുന്ന പ്രലോഭനങ്ങൾ, പതിയും അഹങ്കാരവും അടങ്ങുന്ന സംഘർഷങ്ങൾ, ഇവയെല്ലാം അതിജീവിക്കാനെന്ന വിശ്വാസമാണ് ഓരോ മനുഷ്യ ജീവിതത്തെയും അടിസ്ഥാനം. ചില സന്ദർഭങ്ങളിൽ തിന്മ ജയിക്കുന്നു, അതവനെ തളർത്തി വീഴ്ത്തുന്നു. പക്ഷേ ഓരോ തവണയും അവന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നന്മ അവന്റെ മനസ്സിൽ വെളിച്ചമായി വരുന്നു. അത് അവനെ വീണ്ടും കൈപിടിച്ചുയർത്തുന്നു. നമ്മുടെ ഓരോ തീരുമാനവും നന്മയുടെ വെളിച്ചത്തിന് എണ്ണ പകരുന്നതാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. തെറ്റിനും നന്മയ്ക്കും ഇടയിലുള്ള ഈ യുദ്ധത്തിൽ നന്മ വിജയിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഗുഡ് വേഴ്സസ് ഈവിൾ. ചതിച്ചു നേടുവാനല്ല പഠിത്തരുണ്ണി. കൊതിച്ചോളൂ, കുതിച്ചോളൂ, മത്സരിച്ചോളൂ. മതിക്കാതെ മതിയോളം രസിച്ചു കൊള്ളൂ. കുന്തിവാലിൽ നാലു കെട്ടി
പറപ്പിക്കുമ്പോൾ അൻപുകൾ ഉയരെ നിനക്കുന്നമ്മ തളിത്തണ്ടു പറിക്കുമ്പോൾ തടുക്കുന്നമ്മ നടുതല പിടുന്ന